ഹായ്, നമസ്കാരം. ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അത് എൻ്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് സാംസ്കാരിക നായകന്മാരെയും നായികമാരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല. പലരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. മൂല്യബോധവും സാംസ്കാരിക തനിമയുമുള്ള വ്യക്തികളുടെ എണ്ണം ഉണ്ടെങ്കിലും പലയിടത്തും നിശബ്ദത പാലിക്കുന്നു, ആരെയൊക്കെ പേടിച്ചിട്ട്. അങ്ങനെ മലയാളി, നമ്മുടെ സമൂഹം, നമ്മുടെ നാട് കുറച്ചു പേരുടെ അധപ്പതിച്ച പ്രവർത്തനങ്ങളാൽ പുതിയ തലമുറ നശിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് രണ്ട് വാക്ക് പറയാൻ പോകുന്നത്. പല രാഷ്ട്രീയ നേതാക്കൾക്കും, അത് ഏത് പാർട്ടിയിലാണെങ്കിലും, അവർക്ക് സീറ്റ് മതി, അവർക്ക് കസേരകൾ മതി, അവർക്ക് അധികാരങ്ങൾ മതി. പക്ഷേ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിന് ശ്രദ്ധിക്കാൻ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ ഉഡായിപ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ആരും പ്രതികരിച്ച് കണ്ടില്ല. ഞാൻ പ്രതികരണം നിർത്തിവെച്ചിരിക്കുകയാണ്, കുറച്ചിരിക്കുകയാണ്. താല്പര്യമില്ല. യാദവകുലം നശിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ മൗനമായി ഇരുന്നത് പോലെ. അതിന് എന്നെ കൃഷ്ണനാക്കിയെന്ന് നോക്കണ്ട. നിങ്ങളിനി ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ചാണകം വാരി എറിഞ്ഞാലും തെറി വിളിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് അവാർഡുകളും അംഗീകാരം പോലെ എനിക്ക് തോന്നുന്നു. എല്ലാം വേണം, നല്ല കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ കൂടി വരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ തലമുറയിലെ, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ, യുവതലമുറയിലെ ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും, കുറേ പെൺകുട്ടികളും ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറേ ഉഡായിപ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30 2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാൾ താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറേ കുട്ടികളല്ല, കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിനിമയിലോ സീരിയലുകളോ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് അന്തസ്സുണ്ട്. തിരക്കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ അത് ഇംഗ്ലീഷ് സിനിമയായാലും മലയാള സിനിമയായാലും ഏത് ലാംഗ്വേജിലായാലും അവർ അത് പ്രദർശനം നടത്തുകയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നന്നായി അഭിനയിക്കുകയോ ചെയ്യട്ടെ. അത് ജോലിയുടെ ധാർമ്മികത, അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. PKയിൽ അമീർ ഖാൻ പെർഫോം ചെയ്തത് പോലും ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, ആവിഷ്കാരമാണ്. പക്ഷേ ഇപ്പം രാത്രികാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠനമുറിയിലേക്ക് കയറിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച ശരീരം പ്രദർശിപ്പിക്കുന്ന കുറേ ആൾക്കാർ, ആരാണിവർ? ഇവർ കുടുംബജീവിതം നേരെ ചൊവ്വേ നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കുറച്ച് പേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. എങ്ങനെയും തൻ്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും, വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാർ തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണമുണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാധാരണ മാത്രം. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിലുണ്ടാകില്ല. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെയായിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പണമില്ലെങ്കിൽ കഞ്ഞി കുടിച്ചാണെങ്കിലും, ഒരു വലിയ വരുമാനം ഇല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ അന്തസ്സായി ചമ്മന്തിയും കഞ്ഞിയും പയറും കഴിച്ചാണെങ്കിലും തൻ്റെ സംസ്കാരവും തൻ്റെ കുലീനത്വവും തൻ്റെ അഭിമാനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ ഗുണം ലഭിക്കും. 2, ഇങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുടെ കണ്ണുകൾ ദൃഷ്ടിദോഷമെന്ന് പലർക്കും അറിയാം. ഇങ്ങനെ തൻ്റെ ശരീരത്തിൽ സൗന്ദര്യം ദൈവം കൊടുത്തത് ഞാൻ വേദം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്ത നല്ല വ്യക്തിത്വങ്ങളാണ്
ഇന്ന് കൂടുതൽ സൗന്ദര്യത്തോടുകൂടി ജനിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അങ്ങനെ കിട്ടിയ ദൈവാനുഗ്രഹത്തോട് കിട്ടിയ സൗന്ദര്യങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ആസക്തമായ കണ്ണുകളോടെയും മനസ്സുകൊണ്ടും ചിന്തിച്ച് പലരും ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദർശിപ്പിക്കുന്നവരറിയുന്നില്ല ഒരുപക്ഷെ നാളെ ഇവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗാതി പീഡകൾ പിടിച്ച് ആശുപത്രിയിൽ ഈ പണം പോകുമെന്നും ഡോക്ടർമാർക്കും മെഡിസിൻ ഈ പണം പോകുമെന്നും. ഒരു ബൈബിൾ വചനവും കൂടെ ഈസ്റ്റർ ആയതുകൊണ്ട് പറഞ്ഞങ്ങ് നിർത്താം. ബൈബിളിൽ യേശുദേവൻ പറയുന്നു, ഇനി കാണുന്നവരെക്കുറിച്ചാണ് പറയുന്നത്, നിന്റെ കണ്ണുകൾ പാപം ചെയ്യുന്നുവെങ്കിൽ ആ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കളയുക. കണ്ണുകളോടുകൂടി നീ നരകത്തീയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നിനക്കേറെ നല്ലത് ഒരു കണ്ണെങ്കിലും ഇല്ലാതെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കൈകളും കാലുകളും പാപത്തിന് ഹേതുവാകുന്നുവെങ്കിൽ ആ കൈകളോ കാലുകളോ നീ തന്നെ മുറിച്ച് കളയുക. കാരണം കൈയും കാലും വെച്ചുകൊണ്ട് നീ നരകത്തീയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് കൈകളും കാലുകളോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇതിൻ്റെ ആന്തരിക തത്വം അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ പുതിയ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അവരുടെ ചിന്താധാരകളെ അവരെ സൈക്കോളാക്കി മാറ്റാനും അവരുടെ പഠനമില്ലാതാക്കി മാറ്റാനും നല്ലപോലെ ജീവിക്കുന്ന പല കുടുംബങ്ങളിലെയും പുരുഷന്മാരുടെ ഉള്ളിൽ ഇതുപോലെയുള്ള പ്രദർശനങ്ങൾ കുത്തിക്കയറ്റി ആ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി ആ കുടുംബങ്ങളെ തകർക്കാനും ശ്രമിക്കുന്ന ഈ മ്ലേച്ഛ പ്രവർത്തികൾ, ഇത് ഇന്ത്യൻ പ്രസിഡൻറ്റ്, ആദരണീയായ ഇന്ത്യൻ പ്രസിഡൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റൊക്കെ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സൈറ്റുകളും വ്യക്തികളുടെ വീഡിയോകളും ടെലഗ്രാമുകളും എല്ലാം കട്ട് ചെയ്യും എന്ന്. ചെറുതായി കട്ട് ചെയ്താൽ പോരാ, വളരെ വലുതായി തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ പുതിയ തലമുറയിലെ കുട്ടികൾ ഏറെ പേരും പഠിക്കാൻ മടി കാണിച്ച് ഉഡായിപ്പിലൂടെ പണമുണ്ടാക്കുമെന്ന് മാത്രമല്ല അവർ സൈക്കോകളായി മാറി അവരുടെ ഭാവി ജീവിതം നശിച്ചു പോകും എന്ന് ഉൾക്കാഴ്ചയോടുകൂടെ എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാനിത് വിളിച്ചു പറയുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചിട്ട് എന്നെ തെറി വിളിക്കുക. ഐ ലവ് യു ആൾ. ഹാപ്പി ഈസ്റ്റർ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.